നമുക്ക് വായിക്കാൻ പുസ്തകമൊക്കെ ലൈബ്രറിയൊക്കെ അല്ലേ? പണ്ട് കാലത്ത് ഇതുപോലെ എഴുതാനും അറിയത്തില്ല വായിക്കാനും അറിയത്തില്ലാത്ത ധാരാളം ആൾക്കാരുണ്ട്. അപ്പം ലൈബ്രറി തുടങ്ങുക എന്നൊരു ഉദ്ദേശം മാത്രമായിരുന്നില്ല. പിന്നെന്താണ്? അക്ഷരം അറിയാത്തവരെ അക്ഷരം പഠിപ്പിക്കാനും ഇതില് സ്നേഹം കൊടുക്കാം. അപ്പൊ ഈ കുഞ്ഞു പുസ്തകത്തില് കുറേ കൊച്ചു പാട്ടുകളുണ്ട് കേട്ടല്ലോ. അപ്പൊ ആ പാട്ടുകളൊക്കെ ടീച്ചറിന്റെ ഈ പുസ്തകം ഇവിടെ നിങ്ങളുടെ HMന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഇപ്പൊ ലൈബ്രറിയിലുണ്ട്. ആ പുസ്തകം നിങ്ങൾ എടുത്ത് ഇതിലെ പാട്ടൊക്കെ വായന വാരം വരവായി വരുവിൻ വരുവിൻ ചങ്ങാതികളെ വായന വാരം വരവായി പുതുമണമോലും പുസ്തകവാടി അറിവിൻ പൂക്കൾ നിരന്നു അറിവിൻ പൂക്കൾ നിരന്നു അറിവിൻ പൂക്കൾ നിരന്നു. അമ്മയും തന്നെ ഒരു വീട്ടിൽ താമസിക്കുകയാണ്. അപ്പോൾ അവരുടെ ഒരു കൊച്ചു വീടാണ്. ഇന്നത്തെ പോലെ വാർത്ത വീടൊന്നും അല്ല, ഓലയൊക്കെ കെട്ടി കുഞ്ഞൊരു വീട്. അപ്പോൾ എല്ലാ ദിവസവും എന്ത് ചെയ്യും? അപ്പൂപ്പനും അമ്മയും അവർക്ക് വീടിൻ്റെ മുൻവശത്ത് കുറച്ച് കൃഷി സ്ഥലമൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ അപ്പൂപ്പനും അമ്മ മഴയൊക്കെ ആണെങ്കിൽ അവിടെ എല്ലാം കൃഷിയൊക്കെ ചെയ്യും. എന്തൊക്കെ കൃഷിയായിരിക്കും ചെയ്യുക? കപ്പ, വാഴ, പിന്നെ എന്താ ചെയ്യുന്നത്? ടീച്ചർ നമുക്ക് വേണ്ടി പറയുകയുണ്ടായി. അതുപോലെ നമ്മുടെ ലൈബ്രറിയിലേക്ക് 2 പുസ്തകങ്ങൾ ടീച്ചർ സംഭാവന ചെയ്തിട്ടുണ്ട്.